നാം നിൽക്കുന്നതും നിർമൂലമാകാതിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. സ്തോത്രം. ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ പതിയിരുന്നതായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മളറിയാതെ എത്രയോ അനർത്ഥങ്ങൾ നമ്മെ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മെ കാത്തത്. വചനം പറയുന്നത് പോലെ നാം അവിശ്വസ്തരായി പാർക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം വീഴ്ചകൾ സംഭവിക്കുമ്പോഴും അവനൊരിക്കലും വീഴ്ച സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. അവൻ്റെ പുസ്തകത്തിൽ അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു പദമില്ല. സ്തോത്രം. നാശകരമായിരിക്കുന്ന കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി നമ്മുടെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിനുള്ള സ്തുതി. അത് ലഭിച്ചവർ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ കുപ്പയുടെ അനുഭവങ്ങളിൽ നിന്ന്, കുഴിയുടെ അനുഭവങ്ങളിൽ നിന്ന് രക്ഷിച്ച് പാറമേൽ നിർത്തപ്പെട്ട അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നെങ്കിൽ മടി കൂടാതെ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇത് വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ വേഗത്തിൽ കൊണ്ടുവരാം. ഒരു ആരോഹണ ഗീതം എന്നാണ് കാണുന്നത്. നമുക്കറിയാം ആരോഹണ ഗീതം എന്താണ്. 130 സങ്കീർത്തനം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഒരു ഭക്തൻ്റെ വളരെ ആഴമേറിയ ജീവിതത്തിൻ്റെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ശ്രദ്ധയോടുകൂടി ഒരു പ്രാർത്ഥനയാണ്. വളരെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ പലപ്പോഴും പല രീതികളിൽ പ്രാർത്ഥിക്കാറുണ്ട്. സമൂഹത്തിൽ നമ്മൾ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയേറിയ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് അടുത്ത് വരുമ്പം പലപ്പോഴും അത്രയും ഭംഗിയേറിയ വാക്കുകളും വാചകങ്ങളും ഒന്നും വരത്തില്ല. ദൈവസന്നിധിയിലുള്ള പൊട്ടിക്കരച്ചിലുകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തോടുള്ള ആ വളരെ വ്യക്തിപരമായ അടുപ്പത്തിൽ നിന്ന് കർത്താവിനോട് വളരെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 130 സങ്കീർത്തനം. എന്താ പ്രാർത്ഥനാ വിഷയം? ദൈവമേ, ഞങ്ങളെ ഒന്ന് ഉദ്ധരിക്കണമേ. ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. താൻ ഇപ്പോഴായിരിക്കുന്നത് ആഴമേറിയ ചിലയിടങ്ങളിലാണ്. നമ്മുടെ സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ കുഴിപ്പെട്ട അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ താൻ കുഴിയിലാണെന്ന് തിരിച്ചറിയാത്ത ജനത നിർഭാഗ്യമുള്ളവരാ. സ്തോത്രം. പലർക്കും അറിയത്തില്ല. എത്ര പറഞ്ഞു കൊടുത്താലും അവർ പറയുന്നേ, ഓ സാരമില്ല, ഞങ്ങൾ ഇവിടെ കിടന്നങ്ങ്, ഞങ്ങളുടെ അപ്പനും വല്യപ്പനും കൊച്ചപ്പനും ചിറ്റപ്പനും എല്ലാം ഇവിടെ കിടന്നേ, ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് കിടന്നോളാം. കുഴിയാണെന്ന് തിരിച്ചറിയണം. കുഴിയാണെന്ന് തിരിച്ചറിയുന്നവന്റെ പ്രത്യേകത, അവൻ കുഴിയിൽ നിന്ന് കയറുവാനുള്ള ആഗ്രഹമുള്ളവനായിരിക്കും. സ്തോത്രം. പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഒരാഗ്രഹം ഉണ്ടാകണം. ഒന്ന്, കുഴിയാണെന്ന് തിരിച്ചറിയണം. രണ്ട്, പുറത്തു വരുവാനുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കലും കുഴികളെ നിസ്സാരമായി കരുതരുത്. സ്തോത്രം. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കുഴിയുടെ അവസ്ഥകളിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാ പ്രാർത്ഥന. ജീവിതത്തിൽ കയറി വരാൻ കഴിയാത്ത നിലകളിൽ താന്നുപോയിരിക്കുന്ന ചില കുഴികൾ, ഇതിൻ്റെ മധ്യത്തിൽ പ്രിയ ദൈവവൈതലേ, ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ആഗ്രഹവും ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയും ഒരു ദൈവവൈതലിനെ രക്ഷിക്കും. സ്തോത്രം.
അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. കുഴികളുടെ അനുഭവങ്ങളിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കണം. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് പറയാം, യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഇതിനെപ്പറ്റി? ഈ വാക്യം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതിന് കാരണമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അകൃത്യങ്ങളുടെ ഘനം എത്രയാണെന്ന്, അകൃത്യം കൊണ്ടുവരാകുന്ന ബാഡ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറുണ്ടോ? വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാരമില്ലെന്നേ കേട്ടിട്ടില്ലേ? ഓ, അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഇന്ന് കാലത്ത് ജീവിക്കാൻ പറ്റുമോ? കേട്ടിട്ടില്ലേ ഈ സെൻറ്റൻസൊക്കെ? ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഇന്ന് കാലത്ത് ജീവിക്കാൻ ഒക്കുമോ? കാലം മാറിയില്ലേ, നമ്മൾ മാറണ്ടേ? വചനം അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. കേട്ടിട്ടുണ്ടോ ഈ സെൻറ്റൻസ്? കേട്ടിട്ടുണ്ടോ? വചനം അത്രയൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, വചനത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് പ്രവർത്തിക്കുന്ന രീതി. എന്നിട്ട് അതിനെ സാധൂകരിക്കത്തക്കവണ്ണം വചനത്തെ കോട്ടിക്കളയുന്ന തലമുറ. പറഞ്ഞ എല്ലാം വചനമാന്നേ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ആ കൂട്ടത്തിലാകരുത്. അകൃത്യത്തിൻ്റെ ആക്കം എന്താണെന്ന്, അതിൻ്റെ അതിശക്തമായിരിക്കുന്ന അതിനെന്താ പറയുക, അത് നമ്മൾ ഏൽപ്പിക്കാവുന്ന പ്രഹരം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞിട്ട് പറയുക, ദൈവമേ അവിടുന്ന് അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും. അപ്പോൾ ഒന്ന് തിരിച്ചറിയണം, അകൃത്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും അതിനെ തള്ളിക്കളയും. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് നമ്മളുടേതായിരിക്കുന്ന അകൃത്യങ്ങൾ കയറി 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 അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അനുഭവങ്ങൾ. അതുകൊണ്ടല്ലേ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നു, നിങ്ങളുടെ പാപങ്ങളാ നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന ഭക്തൻ പറയും, കർത്താവേ എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപക്ഷമ പ്രാപിക്കുന്ന അനുഭവം ദിനം തോറും ഉണ്ടാകണം. സ്തോത്രം. അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർ നിലനിൽക്കും. എങ്കിലും അവിടെ ആ ദൈവജനത്തിനുള്ള പ്രത്യാശ എന്ന് പറയുന്നത്, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ എന്തുണ്ട്? വിമോചനമുണ്ട്. പ്രിയമുള്ളവരെ, അകൃത്യങ്ങളെ മാത്രം കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. അകൃത്യത്തിന് താനായി തന്നെ പരിഹാരം വരുത്തി, ഹല്ലേലൂയ, ആ അകൃത്യ പരിഹാരം, അകൃത്യങ്ങളിൽ നിന്നുള്ള വിമോചനം പ്രാപിപ്പാൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കി തന്ന സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവിനെയായി ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത്. പക്ഷേ വിമോചനം അവൻ്റെ പക്കലുണ്ട്. നമ്മൾ ആ വിമോചനത്തിന് നേരായി നമ്മുടെ ഹൃദയങ്ങളെ ചായ്ക്കുന്നുണ്ടോ എന്നുള്ളതാ പ്രത്യേകത. ഇന്ന് ഞാൻ വളരെ ഒട്ടും ഇതുമായിട്ടൊന്നും കണക്റ്റഡ് ആയിട്ടല്ലാതെ ചിന്തിച്ച പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കൃപ എന്ന് പറയുന്നത് കൃപയ്ക്കു വേണ്ടി യാചിക്കുന്നവൻ അനുഭവമായി തീരുന്ന ഒന്നാണ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കഴിഞ്ഞ ആഴ്ച കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു വാക്യമാണ്. ബട്ട് നോവ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. എന്താ അതിൻ്റെ കാരണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വൈ? അവനെല്ലായ്പ്പോഴും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്നവനായിരിക്കണം. ആർക്കാ കൃപ അനുഭവിക്കാൻ പറ്റുന്നത്? ജീവിതത്തിൽ കൃപ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്നവന് അനുഭവിക്കാൻ കഴിയുന്നത്. കൃപ ആർക്കാ ആവശ്യമുള്ളത്?
ആദ്യത്തെ തിരിച്ചറിവ് എന്താണെന്നറിയാവോ? കർത്താവേ, അർഹമായതൊന്നും എന്നിലില്ല. അതല്ലേ കൃപ. അനർഹമായതാ കൃപ. എൻ്റെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ, എൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ ഇതൊന്നും എനിക്ക് അർഹതയുള്ളതല്ല. പക്ഷേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, എന്നെ അർഹനാക്കി തീർക്കണമേ. അപ്പോൾ ആദ്യത്തെ റിയലൈസേഷൻ എന്ന് പറയുന്നത് ഐ എം എ സിന്നർ എന്നുള്ളതാണ്. ഐ എം അൺവർത്തി എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഇതിന് പാത്രനല്ല, ഇതിന് അർഹനല്ല എന്നുള്ളതാണ്. 2, ചിലരുണ്ട് അർഹനല്ലെന്ന് തിരിച്ചറിയുമ്പം ആ അനർഹതയിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവര്. ചില കുട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാളോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്, ഇന്ന കാര്യത്തിൽ നിങ്ങളൊരു മാറ്റം വരുത്തണം, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ. പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ റിബൽ ചെയ്യുവാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഈ കാര്യത്തിൽ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പാത്തൊന്നും അല്ല ചൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം. ബട്ട് ഐ ആം ചൂസിങ് ടു ബി ഹിയർ. ഞാൻ ഇവിടെ തന്നെ ആയിരിക്കാം, ഞാൻ അങ്ങ് തീരുമാനിക്കുക. വല്ലതും ചെയ്യാൻ പറ്റുമോ? അവൻ്റെ ജീവിതത്തിൽ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ടോ? ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാ. തെറ്റാണ് എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര ഉപദേശിച്ചാലും, എത്ര വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്താലും അവരുടെ ജീവിതത്തിൽ അത് തെറ്റ് തിരുത്തി മടങ്ങി വരാനുള്ള ഒരു മനസ്സുണ്ടാകത്തില്ല. അവന് കൃപ അന്യം നിന്നുപോയി എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അത് ശരിയായിരിക്കും. സ്തോത്രം. കൃപയിൽ നിന്ന് വീണുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്തോത്രം. കൃപ അവൈലബിളാണോ? അവൈലബിളാ. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ യൂദാസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാ, യൂദായുടെ കാര്യം പറഞ്ഞ പോലെയാ. കൃപ അവൈലബിൾ ഒക്കെയാ, പക്ഷേ someone choose to be away from the grace. ചിലരൊക്കെ കൃപയിൽ നിന്ന് അങ്ങ് അകന്ന് നിന്നേ ഒക്കത്തുള്ളെന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം വിചാരിച്ചാൽ പോലും അങ്ങനെയുള്ളവരെയൊക്കെ മടക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ നോ. കർത്താവിന് പോലും ചിലപ്പം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അളവിൽ യൂദായെ പോലെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് കൃപ വേണമെന്നുള്ള തിരിച്ചറിവ് വരുന്ന ഉടനെ നമ്മളിന്ന് പാടിയ പോലെ കൃപാസനത്തിങ്കിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു മനസ്സ് നമ്മളിലുണ്ടാകണം. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ആ കൃപയുടെ സ്തോത്രം സിംഹാസനത്തിന് മുൻപിൽ ഓടിച്ചെന്ന് അപ്പാ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഞാനതിലെപ്പോഴും ഓർക്കുന്നത് ആ കുരുടൻ്റെ നിലവിളിയാ. സ്തോത്രം. കുഴിയിലാണെന്ന് തിരിച്ചറിയുന്നവന്റെ പ്രത്യേകതയാ. അവനെ ഏതൊരുത്തം വന്ന് അടങ്ങിയിരിക്കടാ, മിണ്ടാതിരിക്കടാ, ചുമ്മാതിരിക്കടാ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവൻ പറയും, ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണം, ദാവീദ് പുത്രാ എന്നോട് കൃപയുണ്ടാകും. കാരണം അവന്റെ ഉള്ളിൽ എന്തുണ്ടെന്നറിയാവോ? ആവശ്യബോധമുണ്ട്. അപ്പോൾ ഒരു പടി കൂടെ മുന്നോട്ട് പോയി പറയട്ടെ, കൃപ അനുഭവിക്കാൻ കഴിയുന്നത് ആവശ്യബോധമുള്ളവനാ. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യബോധമുണ്ടോ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആവശ്യബോധമുണ്ടോ? ഡു യു റിയലൈസ് ദാറ്റ് യു നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഡു യു പ്രേ ദാറ്റ് ലോർഡ് പ്ലീസ് ഗിവ് മീ യുവർ ഗ്രേസ്, ഐ നീഡ് ടു കം ഔട്ട് ഓഫ് ദിസ്? ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമില്ലെങ്കിൽ that cannot be injected by a pastor. ഒരു പാസ്റ്ററെ കൊണ്ട് അത് ഇൻജെക്ട് ചെയ്യാൻ പറ്റത്തില്ല. It cannot be instilled in you through a believer. ഒരു ബിലീവറിനെ കൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. That realization should come from your own heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വേണം അത് ഉരുത്തിരിഞ്ഞു വരുവാൻ. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരുവനുണ്ട്, അവനാ പരിശുദ്ധാത്മാവ്. He is the one who counsels you. നമ്മെ കൗൺസിൽ ചെയ്യുന്ന, നമ്മളോട് ഇടപെടുന്ന, നീ പോകുന്ന പാതകളിൽ ചിലതൊക്കെ അനർത്ഥത്തിലേക്കുള്ള പാതകളാണെന്ന് നിന്നോട് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നെ റിമൈൻഡ് ചെയ്യുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഡു യു ലിസൺ ടു ദാറ്റ് ഹോളി സ്പിരിറ്റ്? ആ പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങളുടെ കാതുകളെ തിരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ഈ നാളുകളിൽ അങ്ങനെയുള്ളവർക്കാ ഗ്രേസ്, കൃപ എന്നുള്ളത് അനുഭവപൂർണമായി തീരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ ഞാൻ കുഴിയിലാണ്. കുഴിയുടെ അനുഭവങ്ങൾ, ആഴത്തിൻ്റെ അനുഭവങ്ങൾ, ഡെപ്സിൻ്റെ അനുഭവങ്ങൾ, ആഴം എന്നുള്ള അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്.
ഞാൻ എന്ത് ചെയ്യുക? ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരായി തീരത്തില്ല. നമ്മുടെ കുഴിയുടെ അനുഭവങ്ങളിൽ ഇതിൽ നിന്നൊരു ഉദ്ധാരണം ഉണ്ടാകണം, ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണം എന്നുള്ളത് നിന്റെ മുഴങ്കാലിന്റെ ബലം കാണിക്കുവാൻ നീ തയ്യാറാകണം. സ്തോത്രം. മുഷ്ടി ബലം കൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റത്തില്ല. ഇന്നുള്ളതൊക്കെ നാളെ ഉണ്ടാകുക എന്നുള്ളതിന് എൻ്റെ പൊന്നുമക്കളെ ഓരോ ഉറപ്പുമില്ല. സ്തോത്രം. എൻ്റെ മുഷ്ടി കൊണ്ട് ഞാൻ സാധിച്ചു, ഞങ്ങൾക്കൊരു അപൂർവ കാര്യം സാധിച്ചു പോയി, ഞങ്ങളുടെ സൂത്രവും സൂക്ഷ്മവും ഒക്കെ സാധിച്ചു പോയി എന്ന് ചില നിമിഷത്തേക്ക് നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കാം. പക്ഷെ അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരുവനുള്ളത് കൊണ്ട് നിന്റെ മുഷ്ടിക്കല്ല ബലം, നിന്റെ മുഴങ്കാലിന് ബലമുണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. സ്തോത്രം. മുഴങ്കാലിൽ നിൽക്കാം, പ്രാർത്ഥിക്കുന്നവരായി തീരാ. ഇവിടെ പറയുക, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. ഒന്ന്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, വെയിറ്റിംഗ് ഫോർ ദ സാൽവേഷൻ ഓഫ് ലോർഡ്. പലരും സാൽവേഷൻ തേടി പോകുന്നത് മറ്റു പലയിടത്താണ്. ഞാൻ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്ത്, ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്ത് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചിട്ട് പോവുകയാണ്. നമ്മൾ സാൽവേഷന് വേണ്ടി, നമ്മൾ രക്ഷയ്ക്കായിട്ട്, ഒരു ഉദ്ധാരണത്തിനായിട്ട്, ഒരു നവോത്ഥാനത്തിനായിട്ട് ദൈവത്തിൽ കാത്തിരിക്കുന്നവരായിരിക്കണം. രണ്ട്, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. പലതും വളരെ ഔട്ട്വേർഡായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജസ്റ്റ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് മാത്രമുള്ള ഒരു പ്രഹസനമായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആത്മീയത പോലും, തെറ്റിദ്ധരിക്കരുതേ, ആത്മീയത പോലും പ്രഹസനമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചാൽ ചിലയിടങ്ങളിലൊക്കെ ഈ പറയുന്ന എന്നിലും ചില പ്രഹസനങ്ങളെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ കൂടെ ഉണ്ടോ? ആരും ക്ഷീണിച്ചു പോലെ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും പറയുന്ന സ്തോത്രങ്ങൾ, ചിന്തിക്കാനാണ് നിർത്തുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്ന സ്തോത്രങ്ങൾ, പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമ്മൾ പ്രൈസ് ലോർഡ് പറയും. എത്രത്തോളം അത് അർത്ഥപൂർണമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഒന്ന് ഉള്ളത്തിൽ നിന്നുള്ള കാത്തിരിപ്പായിരിക്കണം. ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള കാത്തിരിപ്പ്. ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. സ്തോത്രം. നോട്ട് ഔട്ട്വേർഡ്. പുറത്തുള്ള പ്രഹസനമാകരുത്. അടുത്തത് അഞ്ചാമത്തെ വാക്യം, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കും. ഒന്ന്, ദൈവത്തെ കാത്തിരിക്കുക. രണ്ട്, ഉള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു ഇൻവേർഡായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. സ്തോത്രം. മൂന്ന്, വചനത്തിലുള്ള പ്രത്യാശയിൽ നിന്നുള്ള കാത്തിരിപ്പായിരിക്കണം. നമ്മുടെ ഫ്ലഷിൻ്റെ ഡിസയേഴ്സിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ മാംസത്തിൻ്റെ, നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നുള്ള കാത്തിരിപ്പല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പല കാത്തിരിപ്പുകളും നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് പോയി അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കോ. മോസ്റ്റ് ഓഫ് ദം ആർ ബേസ്ഡ് ഓൺ ദ ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ്. പല ആഗ്രഹങ്ങളും, പല കാഴ്ചപ്പാടുകളും നമ്മളെ ഉയർത്തുവാൻ, നമ്മളെ വളർത്തുവാൻ, നമ്മുടെ ജഡത്തെ വളരെ സന്തോഷിപ്പിക്കുവാനുള്ള ആഗ്രഹങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഭക്തൻ പറയുക, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിടുതൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ച ഒരിക്കലും എന്തിനെ ബേസ് ചെയ്തുള്ളതല്ല, എൻ്റെ ഫ്ലഷിൻ്റെ ഡിസയേഴ്സിനെ ബേസ് ചെയ്തുള്ളതല്ല, എൻ്റെ ജഡത്തിൻ്റെ വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ വചനത്തിലുള്ള പ്രത്യാശയിൽ നിന്ന് ഉളവാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ പ്രത്യാശയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങളുണ്ടോ? ശ്രദ്ധിക്കണമേ. ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള, അവൻ പറയുക, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെ പോലെ എന്നല്ല പറയുന്നേ, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ. ഒത്തിരി മീനിങ് ഉള്ള ഒരു സെന്റൻസ് ആണ്, ഒത്തിരി മീനിങ് ഉള്ള സെന്റൻസ്.
ആരാ ഉഷസ്സിന് വേണ്ടി കാത്തിരിക്കുന്നേ? ഒന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, കൂറ്റിരുട്ടിന്റെ മധ്യത്തിൽ നിന്ന് ഒരു പ്രകാശത്തിന്റെ ഒരു കിരണം അകത്ത് വന്നിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ. രണ്ട്, തങ്ങളുടേതായിരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്താൽ, അയ്യോ ഈ രാത്രി ചില കാര്യങ്ങൾ നിങ്ങൾ ചില ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് പിറ്റേന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരത്തില്ല? അഡോണിയാക്കൊക്കെ അങ്ങനെയാ. നാളെ പിറ്റേ ദിവസം ട്രിപ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറങ്ങത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഇവിടുന്ന് അവർ കേരളത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കേരളത്തിൽ പോകുന്നു പറഞ്ഞപ്പം രാത്രി 3 മണി 4 മണി വരെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല. എപ്പോഴാ ഡാഡ വരുന്നതെന്ന് കാത്തിരിക്കുക. സ്തോത്രം. ജോലി ഭാരം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഉത്തരവാദിത്വത്തിന്റെ ആ ഒരു ബേർഡനും കൊണ്ട് നടക്കുന്നവർ, ആ ഭാരം കൊണ്ട് നടക്കുന്നവർ. അപ്പൊ എപ്പോഴാ ഇതൊന്ന് തീർന്നിട്ട് രാവിലെ ആകുന്നേ? ചില കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ എപ്പോഴാ അതിനു വേണ്ടി ഒന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നേ? അവരതിനു വേണ്ടി ഈഗറായിട്ട് കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ദൈവത്തിന്റെ ഒരു വിടുതലിന് വേണ്ടി, പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു കാത്തിരിപ്പൊക്കെ ദൈവിക വിടുതലിന് വേണ്ടി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? നമ്മളൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാരെ പോലെ ഉറങ്ങുന്ന അനുഭവങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെതറിപ്പോകും. നമ്മുടെ ദർശനവും പോയി, നമ്മുടെ കാഴ്ചപ്പാടും പോയി, വിശ്വാസവും പോയി, നമ്മുടെ ഭക്തിയും പോകുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ ഇന്ന് ഈ സങ്കീർത്തനക്കാരനെ പോലെ വളരെ ഈഗറായിട്ടുള്ള, വളരെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 40-ാം അധ്യായം യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നത് പോലെ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ തളർന്നു പോകേണ്ടി വരത്തില്ല. പ്രതികൂലങ്ങളായിരിക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളെ ആയിരിക്കാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ചീറ്റപ്പുലിയെ പോലെ വേഗതയോടെ ഓടുവാൻ യഹോവയെ കാത്തിരിക്കുന്നവർ ബലം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി നാം കാത്തിരിക്കണം. എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നല്ലൊരു ഉപദേശം പറഞ്ഞോണ്ടാ സങ്കീർത്തനക്കാരൻ നിർത്തുന്നേ. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ. ഹലോ, ഉറങ്ങുന്ന കുട്ടാ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ദൈവത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ പ്രത്യാശ വയ്ക്കുക. നിങ്ങളുടെ പഠന മേഖലകളിൽ, നിങ്ങളുടെ ജോലി മേഖലകളിൽ, നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ആയിത്തീരണമെന്ന്, എവിടെയെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളെ നിങ്ങൾ കാണുന്നുണ്ടോ, അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ കർത്താവിലുള്ള പ്രത്യാശ വളർന്നു വരണം. കാരണം നമ്മുടെ ജഡത്തിൽ നമ്മൾ എത്ര ആശ്രയിച്ചാലും അതിന് പരിമിതികളുണ്ട്. അത് തെറ്റുകളിലേക്ക് കൊണ്ടുപോയി വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. ദൈവത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവിനോട് പറയണം. എന്നിട്ട് ചോദിക്കണം, അപ്പ ഇത് അവിടുത്തെ വഴിയാണോ എന്ന് ചോദിക്കണം. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. കുറച്ചൊന്നുമല്ല കേട്ടോ, അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവന്റെ കൃപ രാവിലെ തോറും, ഈച്ച് ഡേ, എവറി ഡേ, ഓരോ ദിവസവും അവന്റെ കൃപ പുതിയതായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഒരിക്കലും തീർന്നു പോകത്തില്ല. നിക്ഷേപ അതിനെന്നാ പറയുന്നേ, ഈ ഒരിക്കലും വറ്റാത്ത കിണറുകളെ പോലെ എന്നും നിനക്ക് അനുഭവിക്കുവാൻ അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരു ഈഗർനെസ്, ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമിത വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് ചെന്ന് എപ്പോഴും പ്രാപിക്കണം. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ മടിയില്ലാതെ കടന്നു ചെല്ലണം. ആമേൻ. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നമ്മെ വീണ്ടെടുക്കുന്ന, നമ്മുടെ അകൃത്യങ്ങളിൽ നമ്മെ വീണ്ടെടുക്കുന്ന, ആമേൻ, സ്തോത്രം, നമ്മളായിരിക്കുന്ന എല്ലാ കുഴികളിൽ നിന്നും നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ, അവനിലുള്ള പ്രത്യാശയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.